إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ, അവൻ വിലക്കിയ കാര്യങ്ങൾ അവയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും ഇസ്ലാമുള്ളവരായി ഈമാനുള്ളവരായി ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്ത, അവൻ നിരന്തരമായി എന്നെന്നും ഓർത്തുകൊണ്ടേയിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തുകൾ. സൂറത്തുൽ ഫാത്തിഹ അത് പാരായണം ചെയ്യാത്ത ഒരു ദിവസം പോലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. എല്ലാ നിസ്കാരങ്ങളിലും ഫാത്തിഹയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാത്തവന് നിസ്കാരമില്ല. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ മറ്റെല്ലാ സൂറത്തുകൾക്കും പകരമായി പോലും മറ്റെല്ലാ സൂറത്തുകളും സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പകരമാവുകയില്ല. ഒരാൾ നിസ്കാരത്തിൽ പ്രവേശിച്ച് സൂറത്തുൽ ബഖറ മുതൽ ഖുർആനിലെ അവസാനത്തെ സൂറത്തായ സൂറത്തുൻ നാസ് വരെ പാരായണം ചെയ്ത് തീർത്താലും അള്ളാഹു അവന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല, ഫാത്തിഹ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ. അത്രയും മഹത്വമുള്ളതാണ് സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണം. നിസ്കാരത്തിൽ ഓരോ റക്അത്തിലും ഫാത്തിഹയുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഇത് ആവർത്തിച്ചു പാരായണം ചെയ്യിപ്പിക്കുന്നത്? ഇത്രയധികം തവണ ഫാത്തിഹ നമ്മെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുന്നത് അതിൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തേണ്ട അനേകം പാഠങ്ങളുണ്ട് എന്നതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹു തന്നെ സത്യം, മാ ഉൻസില ഫിത് തൗറാത്തി വലാ ഫിൽ ഇൻജീലി വലാ ഫിൽ സബൂരി വലാ ഫിൽ ഫുർഖാനി മിസ്ലുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹ എന്ന ഈ അധ്യായം അതിന് സമാനമായ ഒന്ന് തൗറാത്തിലോ സബൂറിലോ ഇൻജീലിലോ ഖുർആനിൽ തന്നെയുമോ അവതരിപ്പിച്ചിട്ടില്ല. ഇതുപോലെ ഒരു സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗ്രന്ഥത്തിലും അവതരിപ്പിച്ചിട്ടില്ല.
وهي السبع المثاني والقرآن العظيم الذي أعطيته. അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് ശ്രേഷ്ഠതയായി നൽകിയ 7 ആയത്തുകൾ ആ സൂറത്തിലാണുള്ളത്. ഖുർആനിൽ തന്നെ അല്ലാഹു ഇത് പറഞ്ഞിട്ടുണ്ട് ഫാത്തിഹയുടെ പ്രത്യേകതയെക്കുറിച്ച്. അല്ലാഹു പറയുന്നു വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് നാം ഇതാ സബ്അൻ മിനൽ മസാനി, ആവർത്തിച്ചു പാരായണം ചെയ്യപ്പെടുന്ന 7 വചനങ്ങൾ നാം നിനക്ക് നൽകിയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ സ്വഹാബിമാരിൽ ഒരാളോട് പറഞ്ഞു, ഞാനിതാ നിനക്ക് ഖുർആനിലെ ഏറ്റവും മഹത്തരമായ, ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൂറത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു നൽകാം. അവിടുന്ന് പറഞ്ഞു കൊടുത്തത് സൂറത്തുൽ ഫാത്തിഹയാണ്. ഇങ്ങനെ ഹദീസുകളിൽ സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠത ബോധ്യപ്പെടുത്തുന്ന അനേകം തെളിവുകളുണ്ട്. മാത്രമല്ല അതിന്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി ഒന്നിലധികം പേരുകൾ സൂറത്തുൽ ഫാത്തിഹയ്ക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഫാത്തിഹ എന്ന പേര് നമ്മൾ പൊതുവെ കേൾക്കുന്ന പേരാണ്. ഉമ്മുൽ കിതാബ് എന്ന് അതിന് പേരുണ്ട്. വിശുദ്ധ ഖുർആൻ അതിന്റെ എല്ലാ ആശയങ്ങളെയും സമഗ്രമായി ഉൾക്കൊള്ളുന്ന, അതിനെ ചുരുക്കി വിവരിക്കുന്ന ഖുർആനിന്റെ അടിത്തറയാണ് ഉമ്മുൽ ഖുർആൻ. സൂറത്തുൽ ഫാത്തിഹയുടെ പേരാണത്. മറ്റൊരു പേര് നേരത്തെ ആയത്തുകളിൽ പറഞ്ഞതുപോലെ അസ്സബ്ഉൽ മസാനി എന്നതാണ്. ആവർത്തിച്ചുകൊണ്ടേയിരിക്കപ്പെടുന്ന 7 ആയത്തുകൾ. നിസ്കാരത്തിൽ നമ്മളത് ആവർത്തിച്ചു പാരായണം ചെയ്യുന്നു എന്നതുകൊണ്ടാണ് അതിന് അസ്സബ്ഉൽ മസാനി എന്ന പേര് നൽകപ്പെട്ടത്. ഫാത്തിഹത്തുൽ കിതാബ് അതിന്റെ പേരുകളിൽ ഒന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ പ്രാരംഭമായി, അതിന്റെ തുടക്കമായി, അതിന്റെ ആരംഭമായി അല്ലാഹു നിശ്ചയിച്ച സൂറത്താണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂ സഈദ് അൽ ഖുദ്രിയോട് ചോദിച്ചതായി കാണാം, അല്ലെങ്കിൽ അബൂ സഈദ് അൽ മുഅല്ലയോട് ചോദിച്ചതായി കാണാം, വമാ അദ്റാക അന്നഹാ റുഖിയ, സൂറത്തുൽ ഫാത്തിഹ അത് മന്ത്രിക്കാനുള്ള, അസുഖം ബാധിച്ചവർക്ക്, പ്രയാസമുള്ളവർക്ക് മന്ത്രിച്ചു കൊടുക്കാനുള്ള റുഖിയയാണ്, മന്ത്രമാണ് എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? അതായത് സൂറത്തുൽ ഫാത്തിഹ ഖുർആൻ കൊണ്ട് മന്ത്രിക്കാവുന്നതിൽ ഏറ്റവും നല്ല സൂറത്തുകളിൽ ഒന്നാണ്. അതുപോലെ തന്നെ അതിന്റെ പേരുകളിൽ ഒന്നാണ് ഷിഫ, രോഗശമനമാണ്. മനസ്സുകളിലുള്ള കിബറിനെയും അഹങ്കാരത്തെയും റിയാഇനെയും ലോകമാന്യത്തെയും സുമഅത്തിനെയും ആളുകൾ കേൾക്കണമെന്ന ആഗ്രഹത്തിനെയും മനസ്സുകളെ ബാധിക്കുന്ന രോഗങ്ങളെയെല്ലാം ശുദ്ധീകരിക്കാൻ കഴിവുള്ള അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ഇങ്ങനെ അനേകം പേരുകൾ. സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ ഓതിയാൽ 7 ആയത്തുകളാണ് അതിലുള്ളത്. പക്ഷേ ഒരു മുസ്ലിമിന്റെ ദീനുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ അടിത്തറകളും ഈ സൂറത്തിലുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ബാധ്യത ആരോടാണ്? അള്ളാഹുവിനോടാണ്. അവന്റെ ഒന്നാമത്തെ ബാധ്യത അള്ളാഹുവിനോടാണ്, പടച്ച റബ്ബിനോടാണ്. അള്ളാഹുവിനോടുള്ള അവന്റെ ബാധ്യതകൾ 2 കാര്യങ്ങളാണ് എന്ന് സൂറത്തുൽ ഫാത്തിഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തൗഹീദുൽ ഇൽമി. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനോടുള്ള നിന്റെ ആദ്യത്തെ ബാധ്യതകളിൽ ഒന്ന് നീ അള്ളാഹുവിനെ അറിയുക എന്നതാണ്. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് നീ മനസ്സിലാക്കലാണ്. രണ്ടാമത്തെ കാര്യം തൗഹീദുൽ അമലി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു മാത്രം നീ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ്. 2 കാര്യം. ഒന്ന് അള്ളാഹുവിനെ അറിയുക, 2 അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഈ 2 അടിത്തറകളും ഫാത്തിഹയിലുണ്ട്. ഫാത്തിഹ പാരായണം ചെയ്തു തുടങ്ങിയാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് അതിന്റെ ആരംഭത്തിലുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇതെല്ലാം അള്ളാഹു ആരാണ് എന്ന് നിനക്ക് പഠിപ്പിച്ചു നൽകുന്ന വചനങ്ങളാണ്. അള്ളാഹു ലോകങ്ങളുടെ റബ്ബാൻ, റബ്ബുൽ ആലമീനാണ്. അവയെ പടച്ചവനാണ്, നിയന്ത്രിക്കുന്നവനാണ്, ഉപജീവനം നൽകുന്നവനാണ്, ജീവിപ്പിക്കുന്നവനാണ്, മരിപ്പിക്കുന്നവനാണ്. അർറഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായവനാണ്, സർവ്വകാരുണ്യവുമുള്ളവനാണ്.
മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ പരലോകത്തിന്റെ ഉടമസ്ഥനാണ്. ഇതൊക്കെ അള്ളാഹു ആരാണ് എന്ന് നിനക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. നിനക്ക് അള്ളാഹുവിനോടുള്ള ഒന്നാമത്തെ ബാധ്യത അള്ളാഹു ആരാണ് എന്ന് നീ പഠിക്കലാണ്. രണ്ടാമത്തെ ബാധ്യത അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. അതാണ് നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയിൽ രണ്ടാമത്തെ കാര്യം. ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയും ജിന്നുകളെയും എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതിനു വേണ്ടിയല്ലാതെ ഞാൻ പഠിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മനുഷ്യരുടെ മേലുള്ള അവകാശമാണ്, എന്റെയും നിങ്ങളുടെയും മേൽ അള്ളാഹുവിനുള്ള അവകാശമാണ്, അവന് അർഹതപ്പെട്ട കാര്യമാണ്. നമ്മെ അവൻ പടച്ചതിന് പിന്നിലുള്ള കാരണം എന്താണ്? അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ് നമ്മുടെ പടപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യം. ഈ രണ്ടാമത്തെ കാര്യവും ഫാത്തിഹയിലുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിനക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിസ്കരിക്കുന്നത്, നോമ്പ് നോൽക്കുന്നത്, ഹജ്ജ് ചെയ്യുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്. അള്ളാഹുവേ നിന്നോട് മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, സഹായം തേടുന്നത്, നിന്നിൽ മാത്രമാണ് ഞങ്ങൾ ബലമേൽപ്പിക്കുന്നത്. അള്ളാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ പേടിക്കുന്നത്, നിന്നിലാണ് ഞങ്ങൾ പ്രതീക്ഷ വെക്കുന്നത്. ഇബാദത്തായി അള്ളാഹുവേ നീ കൽപ്പിച്ച എന്തൊരു കാര്യമുണ്ടോ അതൊക്കെ നിനക്കു വേണ്ടി മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. സൂറത്തുൽ ഫാത്തിഹയിലെ ഈ രണ്ട് അടിത്തറകൾ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മുഴുവനായി ഉൾക്കൊള്ളുന്ന കാര്യമാണ്. ഒന്ന്, അള്ളാഹുവിനെ അറിയുക, രണ്ട്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. കഴിഞ്ഞില്ല, ഇബാദത്തിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. ഇബാദത്ത് അള്ളാഹുവിന് സമർപ്പിക്കുമ്പോൾ എങ്ങനെ ഇബാദത്ത് ചെയ്യണം, ഇബാദത്തുകളിലേക്ക് നിങ്ങളെ നയിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് അർക്കാനുൽ ഇബാദ, ഇബാദത്തിന്റെ സ്തംഭങ്ങൾ, 3 അടിത്തറകൾ, 3 തൂണുകൾ എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച കാര്യം ഫാത്തിഹയിലുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ ആരംഭത്തിൽ അല്ലാഹു പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിന് സർവസ്തുതിയും. പണ്ഡിതന്മാർ പറഞ്ഞു, ഹംദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തോടുകൂടി അവനെക്കുറിച്ച് നല്ലത് പറയലാണ്. അതാണ് ഹംദ് എന്ന് പറഞ്ഞാൽ. ഇബാദത്തിലേക്ക് നിന്നെ പ്രേരിപ്പിക്കുന്ന ഒന്നാമത്തെ ഘടകം അള്ളാഹുവിനോടുള്ള നിന്റെ സ്നേഹമാണ്. ഒരു കാര്യം അത് ഫാത്തിഹയിലുണ്ട്. നീ എന്തിനാ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്നത്? അള്ളാഹുവിനോട് നിനക്ക് ഇഷ്ടമുണ്ട്. അവൻ നിന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലുള്ള നിന്റെ പ്രേരണകളിൽ ഒരു കാര്യം, എന്റെ റബ്ബാണ് എന്നോട് ഇത് കൽപ്പിച്ചത്. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ ഞാൻ അവനെ അതിനു മാത്രം സ്നേഹിക്കുന്നുണ്ട്, അവന്റെ കൽപ്പനകൾ ധിക്കരിക്കുക എനിക്ക് സാധ്യമല്ല. ഒരു കാരണം സ്നേഹമാണ്. രണ്ടാമതൊരു കാരണം പ്രതീക്ഷയാണ്. അള്ളാഹു കരുണയുള്ളവനാണ്, റഹ്മത്തുള്ളവനാണ്, അവന്റെ കാരുണ്യമാണ് സ്വർഗമെന്നത്. ആ സ്വർഗം ലഭിക്കണമെങ്കിൽ ഞാൻ അള്ളാഹുവിനെ അനുസരിക്കണം. അവൻ നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലങ്ങൾ ലഭിക്കണമെങ്കിൽ ഞാൻ അള്ളാഹുവിനെ അനുസരിക്കണം. ഈ കാരുണ്യമാണ്, ഈ കാരുണ്യത്തിലുള്ള പ്രതീക്ഷയാണ് രണ്ടാമത്തെ കാര്യം. ഫാത്തിഹയിൽ അതുമുണ്ട്, അർ റഹ്മാൻ റഹീം. അത് പ്രതീക്ഷയുണ്ടാക്കുന്ന കാര്യമാണ്. അള്ളാഹു റഹ്മാനാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ലോകങ്ങളുടെ റബ്ബാണ് എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹുവിന്റെ കാരുണ്യം അറിയിക്കുന്നതിനു വേണ്ടി 2 പേരുകൾ, അർ റഹ്മാൻ റഹീം, 2 പേരുകളാണ് അള്ളാഹു പറഞ്ഞത്, ഒന്നിൽ ഒതുക്കിയില്ല. കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവെ കാണാറുള്ളത്, ഒരാൾക്ക് അധികാരം നൽകപ്പെട്ടാൽ, ശക്തി നൽകപ്പെട്ടാൽ, വലിയ സ്വാധീനമുണ്ടായാൽ അയാളുടെ ക്രൂരത വർദ്ധിക്കുന്നതായിട്ടാണ്. ആളുകൾ പൊതുവെ രാജാവ് വലിയ രാജാവായി കഴിഞ്ഞാൽ വലിയ ക്രൂരത ചെയ്യും. അധികാരം ലഭിക്കുന്നതിനനുസരിച്ച് മനുഷ്യന്റെ ക്രൂരത ചിലപ്പോൾ അധികരിക്കും. അള്ളാഹു റബ്ബുൽ ആലമീനാണ്, സർവ്വ പ്രപഞ്ചത്തിന്റെയും ഉടമസ്ഥനാണ്. അപ്പൊ അത് കേൾക്കുന്ന ഒരാൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാം, ഇക്കണ്ട പ്രപഞ്ചത്തെയൊക്കെ പടച്ച ഒരു റബ്ബ്, അവൻ ഈ ദുർബലനായ മനുഷ്യൻ എന്നെ എന്ത് ചെയ്തു കളയും? നീ പേടിക്കേണ്ടതില്ല, അല്ലാഹു റഹ്മാനാണ്, റഹീമാണ്. മൂന്നാമത്തെ കാര്യം, മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല.
അത് നിനക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാക്കുന്നതാണ്. കാരണം പരലോകത്ത് നീ ചെന്നെത്തിക്കഴിഞ്ഞാൽ നിന്റെ നിറമോ നിന്റെ ജാതിയോ വർഗമോ നിന്റെ വസ്ത്രമോ സൗന്ദര്യമോ സമ്പത്തോ കുടുംബമോ തറവാടിത്തമോ നിനക്ക് അവിടെ ഉപകരിക്കുന്നതല്ല. അവിടെ നിനക്ക് പ്രയോജനം ചെയ്യാനിരിക്കുന്നത് നീ ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രമാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വമാ അദ്റാക മാ യൗമുദ്ദീൻ സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ അന്ത്യനാളിന്റെ പ്രത്യേകത എന്താണ്? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ. ഒരാൾക്കും മറ്റൊരാൾക്കു വേണ്ടിയും ഒരു കാര്യവും ഉടമപ്പെടുത്താൻ കഴിയുകയില്ല. ഒരാൾക്കും, ഒരു നബിയാകട്ടെ മലക്കാകട്ടെ വലിയാകട്ടെ, ഒരാൾക്കും പറ്റുകയില്ല. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ, ഒരാൾക്കും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഒരു നബിക്ക് തന്റെ പിതാവിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല, തന്റെ മകനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല, മകളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഒരാൾക്കും അന്ന് മറ്റൊരാളെ സഹായിക്കുക സാധ്യമല്ല അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരലോകത്ത് അദ്ദേഹം വന്നെത്തിയാൽ മുശ്രിക്കായ തന്റെ പിതാവിനെ കാണുമ്പോൾ, കാഫിറായി മരിച്ചുപോയ തന്റെ പിതാവിനെ കാണുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം നബി തന്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, തേടുന്നതാണ്. അള്ളാഹുവെ, നീ എന്നെ പരലോകത്ത് അപമാനിക്കുകയില്ല എന്ന് നീ എനിക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. റബ്ബേ, എന്റെ പിതാവിതാ ഇങ്ങനെ നരകത്തിലേക്ക് പോകാൻ നിൽക്കുന്നു. വഅയ്യു ഖിസ്യിൻ അക്ബറു മിൻ അബിയൽ അബ്അദ്, നിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ട എന്റെ ഈ പിതാവിനെ കാണുക എന്നതിനേക്കാൾ വലിയ അപമാനം മറ്റെന്തുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇബ്രാഹിമിന്റെ പിതാവ് അയാളെ ഒരു രക്തം പുരണ്ട ചെന്നായിയുടെ കോലത്തിലേക്ക് മാറ്റപ്പെടുകയും നരകത്തിലേക്ക് പിടിച്ച അയാൾ നരകത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നതാണ്. ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പിതാവിന്റെ കാര്യമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഫാത്തിമത ബിൻത് മുഹമ്മദ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, സലീനി മിൻ മാലി മാ ശിഅതി, എന്റെ സമ്പത്തിൽ നിന്ന് നിനക്ക് വേണ്ടത് നീ ചോദിച്ചോളൂ, ഞാൻ നിനക്ക് നൽകാം. വലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, എന്നാൽ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ എന്തെങ്കിലും ഒരു കാര്യം നിനക്ക് നേടിത്തരാൻ എനിക്ക് സാധിക്കുകയില്ല. ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. ഇങ്ങനെ ഒരു പരലോകമുണ്ട് എന്ന് കേൾക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന വികാരം എന്താണ്? പേടിയാണ്, ഭയമാണ്. നോക്കൂ, ഇത് മൂന്നുമാണ് ഇബാദത്തിന്റെ സ്തംഭങ്ങൾ. ഒന്ന് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്, മഹബ്ബത്താൻ. രണ്ട് അള്ളാഹുവിനുള്ള പ്രതീക്ഷയാണ്, റജാഅൻ. മൂന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്, ഖൗഫാൻ. ഇത് മൂന്നും ഫാത്തിഹയിലുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്ന ഈ മൂന്ന് ആയത്തുകൾ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞില്ല സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു ഒരു ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ ആ ഇബാദത്ത് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ചുള്ള സൂചനയുണ്ട്. ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ ഇബാദത്തുകളിൽ രണ്ട് നിബന്ധനകൾ, രണ്ട് ഷർത്തുകൾ ഒത്തുവരേണ്ടതുണ്ട്. അത് രണ്ടും ഫാത്തിഹയിലുണ്ട്. ഒന്നാമത്തെ നിബന്ധന, നീ ഏതൊരു ഇബാദത്ത് പ്രവർത്തിക്കുമ്പോഴും അത് അള്ളാഹുവിന് വേണ്ടി മാത്രം നിഷ്കളങ്കമായി മറ്റൊരാൾക്കും യാതൊരു പങ്കും നൽകാതെ പരിശുദ്ധമായ ഇബാദത്തായി നീ ചെയ്തതായിരിക്കണം. ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാകരുത്, ജനങ്ങളുടെ പ്രശംസയ്ക്ക് വേണ്ടി ചെയ്തതാകരുത്, നീ കുറെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലൊരു തോന്നലുണ്ടാകാൻ വേണ്ടി ചെയ്തതാകരുത്. മറിച്ച് അള്ളാഹുവിന്റെ പ്രതിഫലവും അവന്റെ പ്രീതിയും അവന്റെ തൃപ്തിയുമായിരിക്കണം നിന്റെ ഉദ്ദേശം. ഒന്നാമത്തെ കാര്യമാണ് ഇഖ്ലാസ് എന്നാണ് അതിന് പറയുക. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, മനുഷ്യരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യുക എന്നതാണ്. ഇത് ഫാത്തിഹയിലുണ്ട്. അള്ളാഹു പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ, നിന്നെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യൂ. ചില ആളുകൾ അതിന് അർത്ഥം പറയുമ്പോൾ പറയും, അള്ളാഹുവേ, നിന്നെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. നിന്നെ മാത്രമെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ അതിന് അർത്ഥം പറയാൻ പറ്റുള്ളൂ. ഇയ്യാക നഅ്ബുദു, അള്ളാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, വേറെ ഒരാളെയും ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയില്ല. അതാണ് അതിന്റെ അർത്ഥം. അത് ഇഖ്ലാസാണ് പഠിപ്പിക്കുന്നത്. നീ ഒരു ഇബാദത്ത്, നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സകാത്താകട്ടെ, റബ്ബിനു വേണ്ടി മാത്രമായിരിക്കണം ചെയ്യുന്നത്. അത് ഒന്നാമത്തെ നിബന്ധനയാണ്.
ഒരു ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്തായിരിക്കണം. ഒരു സദഖ കൊടുത്താൽ അതിൽ അള്ളാഹുവിന്റെ പ്രീതിയല്ലാതെ മറ്റൊരു ഉദ്ദേശം ഉണ്ടാകരുത്. ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇബാദത്ത് അള്ളാഹുവിനെ ഉദ്ദേശിച്ച് ചെയ്തത് കൊണ്ട് മാത്രമായില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെയായിരിക്കണം. നിനക്ക് തോന്നിയതുപോലെ ഇബാദത്ത് ചെയ്തിട്ട് കാര്യമില്ല. ഒരാൾ സുബ്ഹ് നിസ്കാരത്തിന്റെ സന്ദർഭത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് 2 റക്അത്തിന് പകരം 4 or 6 റക്അത്ത് നിസ്കരിച്ചാൽ നിസ്കാരത്തിൽ അവൻ ഓതിയതൊക്കെ ഫാത്തിഹയാണ്, പ്രാർത്ഥിച്ചതൊക്കെ അള്ളാഹുവിനോടാണ്, അവന്റെ ഉദ്ദേശം മുഴുവൻ അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കണം എന്നതാണ്. പക്ഷെ സുബ്ഹി നിസ്കരിച്ചത് 2 അല്ല, 6 ആണെങ്കിൽ 4 ആണെങ്കിൽ 3 ആണെങ്കിൽ, സുബ്ഹ് നിസ്കാരത്തിൽ ഒരു റുക്കൂ ചെയ്യേണ്ടതിന് പകരം ഒരു റക്അത്തിൽ ഒരു റുക്കൂഇന് പകരം 2 റുക്കൂ ചെയ്താൽ, 2 സുജൂദിന് പകരം ഒരു 4 സുജൂദ് ചെയ്താൽ, അവരാൽ ചോദിക്കണം സുജൂദല്ലേ അള്ളാഹുവിനല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടുകയില്ല. ഇബാദത്ത് അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്നതുപോലെ ആയിരിക്കണം. ഇതും ഫാത്തിഹയിലുണ്ട്. അള്ളാഹു പറയുന്നു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഈ സിറാത്ത് ഏതാണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവേ നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ വഴിയാണ്, ആ വഴിയിലൂടെ ഞങ്ങൾ നടത്തണം. ആർക്കാണ് അള്ളാഹുവിന്റെ നിഅമത്തും അനുഗ്രഹവും ലഭിച്ചിട്ടുള്ളത്? ഖുർആൻ അള്ളാഹു ഇത് പറഞ്ഞിട്ടുണ്ട്. ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹുവിന്റെ നിഅമത്ത് നൽകപ്പെട്ടവർ നബിമാരാണ്. ആരാണ് നബിമാരുടെ നേതാവ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃകയിലായിരിക്കണം നീ ഉണ്ടാകുന്നത്. ഈ 2 കാര്യങ്ങൾ ഇബാദത്തിന്റെ നിബന്ധനകളാണ്. ഒന്നാമത്തെ കാര്യം ഇഖ്ലാസ്, നിസ്കരിക്കുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നിസ്കരിക്കണം. രണ്ടാമത്തെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലൂടെ കാണിച്ചു തന്ന രൂപത്തിൽ നിസ്കരിക്കണം. ഇതിൽ 2ൽ ഏതെങ്കിലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ അവന്റെ ഇബാദത്ത് സ്വീകരിക്കില്ല. ഒരാൾ നിസ്കരിച്ചു, നബി കാണിച്ചതുപോലെ തന്നെ നിസ്കരിച്ചു, പക്ഷെ ജനങ്ങൾ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് റിയാ ഉള്ള നിസ്കാരമാണ്, നിസ്കാരം സ്വീകരിക്കുകയില്ല. ഒരാൾ നിസ്കരിക്കുന്നു, അത് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത രൂപത്തിലാണെങ്കിൽ അത് സ്വീകരിക്കുകയില്ല. 2 കാര്യങ്ങളും ഒത്തുവരണം. അത് സൂറത്തുൽ ഫാത്തിഹ ഓർമ്മിപ്പിക്കുന്ന പാഠങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുള്ള ഇബാദത്തുകൾ ശരിയായ വിധത്തിൽ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ ദീനിന്റെ ധാരാളം അടിത്തറകൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അടിത്തറയാണ് മനുഷ്യന്റെ ഹിദായത്ത് നിലനിർത്താൻ അവന് ആവശ്യമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഏതാണ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ? നിനക്ക് ഇസ്ലാമിലായിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കണമോ, മുഅ്മിനായി ജീവിക്കാനും മരിക്കാനും നിനക്ക് സാധിക്കണമോ, 2 കാര്യം നീ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, നീ ദീന് പഠിക്കണം എന്നതാണ്. നിനക്ക് ഇൽമുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം. അറിവില്ലെങ്കിൽ മനുഷ്യർ വഴികേടുകളിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടും. ഒരാൾക്ക് അറിവ് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ അയാൾ വഴികേടുകളിലേക്ക് പെട്ടെന്ന് എത്തി. മനുഷ്യരിൽ പലരും നശിക്കാനുള്ള കാരണം അറിവില്ലായ്മയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ദീനു പഠിക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമായ കാര്യമാണ്. ദീൻ പഠിക്കണം. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് അറിയാത്ത ഒരുത്തൻ എങ്ങനെ നിസ്കരിക്കും? ഏതൊക്കെയാണ് അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ എന്ന് അറിയാത്ത ഒരാൾ എങ്ങനെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യും? അള്ളാഹു ആരാണ് എന്ന് പഠിച്ചിട്ടില്ലാത്ത ഒരാൾ അവൻ എങ്ങനെയാണ് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാകുക? അവൻ എങ്ങനെയാണ് അള്ളാഹുവിനെ പേടിക്കുക? ഒന്നാമത്തെ കാര്യം പഠിക്കണം എന്നതാണ്. രണ്ടാമത്തെ കാര്യം അത് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കണം. പഠിച്ചത് അമലാക്കണം, ജീവിതത്തിൽ കൊണ്ടുവരണം. പഠിച്ചത് പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ അത് ഉപകാരത്തെക്കാൾ ഉപദ്രവം ചെയ്തു കളയും.
ഈ രണ്ട് കാര്യങ്ങളും സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ മാർഗം സിറാത്തുൽ മുസ്തഖീം അതെന്താണെന്ന് വിവരിച്ചതിന് ശേഷം അവസാനം പറയാൻ ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അല്ലാഹുവേ നീ ഞങ്ങളെ യഹൂദരുടെ പാതയിൽ ഉൾപ്പെടുത്തരുത്, നിന്റെ കോപം ലഭിച്ചവരുടെ മാർഗത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്. എന്താ യഹൂദർക്ക് സംഭവിച്ച പിഴവ്? അവർക്ക് അറിവുണ്ടായിരുന്നു, പക്ഷെ അതുകൊണ്ട് അവർ പ്രവർത്തിച്ചില്ല. വലദ്ദാലീൻ, രണ്ടാമത്തെ വിഭാഗം വലദ്ദാലീൻ, വഴികേടിലായവരുടെ മാർഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്. ആരാണ് ഈ വഴികേടിലായവർ? നസാറാക്കളാണ്. അവർക്ക് സംഭവിച്ച പിഴവെന്താണ്? അവർ ദീൻ പഠിച്ചില്ല, പഠിക്കാതെ കുറെ പ്രവർത്തിച്ചു. ഈ ഫാത്തിഹയുടെ ഈ അവസാന ഭാഗം അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തും, നിങ്ങൾ ഈ രണ്ടിൽ പെടാൻ പാടില്ല. നിങ്ങൾ പഠിക്കാത്തവരിൽ ഉൾപ്പെടാൻ പാടില്ല, പഠിക്കാതെ പ്രവർത്തിക്കുന്നവരിൽ ഉൾപ്പെടാൻ പാടില്ല, പഠിച്ചിട്ട് പ്രവർത്തിക്കാതിരിക്കുന്നവരിൽ ഉൾപ്പെടാൻ പാടില്ല. പിന്നെ നിങ്ങൾ ആരെ പോലെയാകണം? സഹാബികളെ പോലെയാകണം. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അല്ലദീന അൻഅമ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ മാർഗത്തിൽ. ആരാ അനുഗ്രഹം ചൊരിഞ്ഞ ആൾക്കാർ? നബിമാർ. എന്താ നബിമാരുടെ പ്രത്യേകത? അവരറിഞ്ഞത് പ്രവർത്തിച്ചവരാണ്, മാത്രമല്ല അറിവിനു വേണ്ടി ശ്രമിച്ചവരാണ്. രണ്ടും അവരെടുത്തിൻ്റെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് അള്ളാഹു പറയുന്നു വഖുർ റബ്ബി സിദ്നി ഇൽമ, നബിയോടാണ് ഈ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ അങ്ങ് പ്രാർത്ഥിക്കണം, റബ്ബി സിദ്നി ഇൽമ, അള്ളാഹു എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നിസ്കാരത്തിൽ പകലിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ പെട്ടതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബല. നബിയാണ് ഈ പ്രാർത്ഥിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പ്രാർത്ഥനയുടെ അർത്ഥം? അല്ലാഹുവേ ഞാനിതാ എനിക്ക് ഉപകരിക്കുന്ന ഇൽമ് നിന്നോട് ചോദിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് ഇൽമിനു വേണ്ടി. പണ്ഡിതന്മാർ പറഞ്ഞ അവിടുത്തോട് നബിയോട് ദുനിയാവിൽ അറിവല്ലാത്ത മറ്റൊന്നും വർദ്ധിപ്പിച്ചു നൽകാൻ വേണ്ടി ചോദിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. ആകെ പറഞ്ഞത് മാത്രം. സമ്പത്ത് വർദ്ധിപ്പിച്ചു നൽകാൻ നബിയോട് ചോദിക്കാൻ പറഞ്ഞില്ല, അധികാരം വർദ്ധിപ്പിച്ചു നൽകാൻ വേണ്ടി ചോദിക്കാൻ പറഞ്ഞില്ല, ഇൽമ് വർദ്ധിപ്പിച്ചു നൽകാൻ പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. സഹോദര, അള്ളാഹുവിന്റെ റസൂൽ പഠിക്കണമെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നബിയെ അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ ദീൻ പഠിക്കണം, ദീൻ പഠിക്കണം. പഠിക്കുക എന്നത് ഒന്നാമത്തെ കാര്യമാണ്. പഠിച്ചാൽ മാത്രമേ പഠിച്ചതിന് പ്രവർത്തിക്കുകയും വേണം, അമൽ ചെയ്യുകയും വേണം. അതുകൊണ്ടാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായിരിക്കണം, പരലോകത്തെത്തിയാൽ രണ്ട് ചോദ്യങ്ങളാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. അള്ളാഹു എന്നോട് ഞാൻ പഠിക്കാത്ത കാര്യങ്ങളിൽ അവൻ ചോദിക്കുന്നതാണ്, അബൂ ദർദാ നീ എന്തുകൊണ്ട് ഇത് പഠിച്ചില്ല? ഏത് നീ പഠിക്കാതിരുന്നു? ഞാൻ പഠിക്കാതെ അബദ്ധം വരുത്തിയാൽ അവൻ എന്നോട് ചോദിക്കണം എന്റെ പഠിക്കാതിരുന്നത്. ഞാൻ പഠിച്ചിട്ടത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അവൻ എന്നോട് ചോദിക്കണം നീ പഠിച്ചിട്ട് എന്തേ അമൽ ചെയ്യാതിരുന്നത്? ഇത് രണ്ടും മനുഷ്യന് ആവശ്യം. ചില ആൾക്കാർ പഠിക്കൂല, അതിന് അവർ കാരണം പറയും ഞാൻ പഠിച്ചാൽ പ്രവർത്തിക്കണം, പഠിച്ചിട്ടില്ലെങ്കിൽ പ്രവർത്തിക്കണ്ടല്ലോ എന്ന് അവർ പറയാറുണ്ട്. സഹോദര, നീ പഠിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന ചോദ്യം ഉണ്ടായിരിക്കും. പഠിച്ചിട്ട് നീ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല എന്ന ചോദ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് രണ്ടും ഫാത്തിഹ നമ്മെ ഓർമ്മിപ്പിക്കും. എല്ലാ നിസ്കാരത്തിനും നമ്മളത് പറയുന്നത്. അല്ലാഹുവേ പഠിക്കാത്തവരിൽ നീ എന്നെ ഉൾപ്പെടുത്തരുതേ, പഠിച്ചിട്ട് പ്രവർത്തിക്കാത്തവരിൽ നീ എന്നെ ഉൾപ്പെടുത്തരുതേ. ഈ രണ്ട് കാര്യങ്ങൾ, ഇത് രണ്ടുമാണ് മനുഷ്യർ വഴിതെറ്റാനുള്ള കാരണം. ഒന്നല്ലെങ്കിൽ വിവരമില്ലായ്മ, ജഹല്, അറിവില്ലായ്മ. എത്ര ആളുകളാണ് അങ്ങനെ പഴിച്ചു പോകുന്നത്? അറിവില്ലാത്തത് കൊണ്ട് എത്ര ആളുകളാണ് അറിവില്ലാത്തത് കൊണ്ട് പഴിച്ചു പോകുന്നത്. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് അറിയുകയില്ല, തൗഹീദ് എന്താണെന്ന് അറിയുകയില്ല, ശിർക്ക് എന്താണെന്ന് അവർ പഠിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട്. വേറെ എത്രയോ ആളുകൾ അവർ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല. ഇതിൽ രണ്ടിലും ഉൾപ്പെടുക എന്നതൊരു മുസ്ലിമിന് യോജിച്ചതല്ല.
നമ്മൾ പഠിക്കുക, അമൽ ചെയ്യുക. സഹാബികൾ പറഞ്ഞതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, കുന്നാ ലാ നതജാവസു 10 ആയാത്ത്, ഞങ്ങൾ 10 ആയത്തുകളിൽ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കാറുണ്ടായിരുന്നില്ല. നബിയോട് 10 ആയത്ത് കേൾപ്പിച്ചു തരാൻ പറയും. വകുന്നാ നതഅല്ലമുൽ ഇൽമ വൽ അമല മഅൻ, ഞങ്ങൾ ആ ആയത്തുകളിലുള്ള അറിവ് പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമായി. എന്നിട്ട് അത് കഴിഞ്ഞാൽ അടുത്ത 10, അത് കഴിഞ്ഞാൽ അടുത്ത 10. സഹാബികൾ അങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. സഹോദരങ്ങളെ, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. വിവരമില്ലാതെ ജഹൽ ഉണ്ടാകുക എന്നുള്ളത് പാടില്ല. അതുപോലെ തന്നെ അറിവുണ്ടായിട്ടത് പ്രവർത്തിക്കാതിരിക്കുക എന്നതും ഒരു മുസ്ലിം നിയോജിച്ച കാര്യമല്ല. ഇതല്ലാതെയും ഫാത്തിഹയിലെ അടിത്തറകൾ വേറെയുമുണ്ട്, ധാരാളമുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ദുനിയാവിൽ ലോകത്ത് ഏതൊരു ബിദ്അത്തുകാരൻ എന്തൊരു ബിദ്അത്ത് കൊണ്ടുവന്നാലും സൂറത്തുൽ ഫാത്തിഹയിൽ അതിനുള്ള മറുപടി ഉണ്ടായിരിക്കും. ഫാത്തിഹ അതിന് മറുപടി നൽകാത്ത ഒരു പുത്തൻവാദവും ഒരു പുതിയ വാദവും ഒരാൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഫാത്തിഹ ചിലർ പറഞ്ഞതുപോലെ സിറുൽ ഖുർആൻ, ഖുർആനിന്റെ പൊരുളാണിത്. അതുകൊണ്ടാണ് അള്ളാഹു ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓതാൻ പറയുന്നത്. പക്ഷേ സഹോദരങ്ങളെ, അതുപോലും നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ, ഫാത്തിഹ പോലും നമ്മൾ കൃത്യമായ അർത്ഥം മനസ്സിലാക്കുന്നില്ലെങ്കിൽ അത് വളരെ ഗുരുതരമായ തെറ്റാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബ് പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نسألك من خير ما سألك عبدك ونبيك ونعوذ بك من شر ما عاد منه عبدك ونبيك. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نعوذ بك من النار وما قرب إليها من قول أو عمل. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. اللهم أصلح أحوال المسلمين. اللهم أصلح أحوال المسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمسلمين والمسلمات الأحياء منهم والأموات، الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. اللهم ربنا تقبل دعواتنا. اللهم ربنا تقبل عباداتنا. اللهم اغفر لنا ذنوبنا. اللهم ارحمنا واعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم ربنا تقبل منا إنك أنت السميع العليم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.